കാലവർഷമെത്തിയിട്ടും മഴ ലഭിക്കാത്തതിനാൽ ഇടുക്കിയിലെ ഏലം കൃഷി പ്രതിസന്ധിയിൽ. ജൂലൈ മാസത്തോടെ അടുത്ത വിളവെടുപ്പാകുമ്പോൾ ഉൽപാദനം പകുതിയിലധികം കുറഞ്ഞിരിക്കുകയാണ്. ജൂൺ തുടക്കത്തിൽ തന്നെ കാലവർഷം എത്തിയെങ്കിലും കാലാവസ്ഥ പ്രതീക്ഷിച്ച രീതിയിലല്ല. ഒരു ദിവസം ലഭിക്കുന്ന മഴയിൽ താപനില 20 ഡിഗ്രിയിൽ താഴെയാവുകയും തൊട്ടടുത്ത ദിവസം കനത്ത വെയിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. വളങ്ങളും കീടനാശിനികളും പ്രയോഗിച്ചിട്ടും ചെടികളിൽ പുതിയ കായകൾ പിടിക്കുന്നില്ല. ഇപ്പോൾ പൂവുണ്ടായി നല്ല കായായിട്ട് വരേണ്ട സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ഇതുപോലെ വെയിലുണ്ടായി കഴിഞ്ഞാൽ ഈ പൂ ഇരിക്കുന്നത് മുഴുവൻ വെറുതെ വേസ്റ്റായിട്ട് അത് മഞ്ഞപ്പിഞ്ചായിട്ട് പൊഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വർഷത്തെ ആദായം വിളവെന്ന് പറയുന്നത് സാധാരണ ഉള്ളതിൻ്റെ പകുതിയായിട്ട് വിളവ് കുറയും. നനച്ചു കൊടുത്തില്ലെങ്കിൽ ചെടി വീണു പോകും അവസ്ഥയിലാണ്. അതുപോലെ ചൂട് പോവാം. നനച്ചു കൊടുത്തില്ല ഈ ചരം മുഴുവൻ ഒരുമാതിരി വല്ലാണ്ടായി പോവുള്ളൂ, അതും പോവും. അതുപോലെ തന്നെ തൈച്ചെടി ഇട്ടേക്കുന്നത്, ഈ തൈച്ചെടി ഇട്ടേക്കുന്നതിന് ഇതിൻ്റെയൊക്കെ ചിമ്പ് മരത്തിൽ ഈ തട്ട സൈസ് അവിടെ നിന്ന് ഉണങ്ങിപ്പോവും. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ജൂൺ 23 വരെ ഇടുക്കി ജില്ലയിൽ 46% മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാലയളവിൽ സാധാരണ ലഭിക്കേണ്ടത് 543 മില്ലിമീറ്റർ മഴയാണ്. എന്നാൽ ഇത്തവണ 292 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത്. മഴ പ്രതീക്ഷിച്ച് പല കർഷകരും പുതിയ ഏലച്ചെടികൾ നട്ടിരുന്നു. എന്നാൽ വെയിൽ തെളിഞ്ഞതോടെ ഇതെല്ലാം വാടിത്തുടങ്ങി. ഇനി മഴ പെയ്താൽ തന്നെ കായകൾ ഉണ്ടാകുന്നതിനും വിളവെടുപ്പിനും താമസമുണ്ടാകും. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.